തെർമൽ ഇമേജിംഗ് നമ്മുടെ ഹെൽത്ത് കെയർ അനുസ്യൂതം വളർന്നിട്ടിരിക്കുകയാണ്. വലിയ മാറ്റങ്ങളാണ് വരുന്നത്. കണ്ണടച്ചിരുന്നാലും കാണാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് മാറിയിട്ടിരിക്കുകയാണ്. കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണുന്നതിനേക്കാൾ വ്യക്തമായിട്ട് കണ്ണടച്ചാൽ കാണാൻ പറ്റുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് തെർമൽ ഇമേജിംഗ് എന്ന് വിളിക്കുന്ന ഇൻഫ്രാറെഡ് ഇമേജിംഗ് ടെക്നോളജിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പലപ്പോഴും ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ പാർട്ടായിട്ട് റേഡിയോളജി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ഇമേജിംഗ് പ്രോസസ്സ് നടത്താറുണ്ട്. പലപ്പോഴും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റേഡിയോളജി ഇമേജിംഗ് പ്രോസസ്സിൽ കൂടെ മനുഷ്യ ശരീരത്തെ കടത്തിവിട്ടിട്ടാണ് നമ്മൾ അത്തരത്തിൽ ഒരു ഡയഗ്നോസിസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നമുക്കറിയാം എക്സ് റേഡിയേഷൻസ് ആണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എക്സ് റേഡിയേഷൻസ് നമ്മുടെ ബോഡിക്ക് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ട്, കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയുടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഫോട്ടോസ്, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഇമേജസ് എടുക്കാനായിട്ട് എക്സ്റേസ് ഉപയോഗിക്കാൻ പറ്റും. നമുക്കറിയാം ഈ എക്സ്റേസ് എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഹൈ എനർജി വേവ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിന് സെമി ട്രാൻസ്പെറൻ്റ് ആണ്, ഫുള്ളി ട്രാൻസ്പെറൻ്റ് അല്ല. ആ സെമി ട്രാൻസ്പെറൻസിയെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ എനർജി എന്തുകൊണ്ട് സെമി ട്രാൻസ്പെറൻ്റ് ആകുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി കുറച്ചധികം അബ്സോർവ് ചെയ്യുന്നുണ്ട് ആ എനർജി, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തട്ടിച്ചിതറി അവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത്രയും ഹൈ എനർജി നമ്മുടെ മോളിക്യൂൾസിലേക്ക്, സെൽസിലേക്ക്, നമ്മുടെ ആറ്റംസിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുമ്പോൾ ശരീരത്തിന് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായും എക്സസൈസ് മൾട്ടിപ്പിൾ ടൈംസ് എടുക്കുമ്പോൾ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഒരാൾ ജോലി ചെയ്യുന്നതിനേക്കാൾ അധികം റേഡിയേഷൻസ് നിരന്തരമായി ചികിത്സയുടെ ഭാഗമായി റേഡിയോ ഇമേജിംഗ് എടുക്കുന്ന ആളുടെ ശരീരത്തിൽ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു അസ്വാഭാവികമായ ശാരീരിക പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചേക്കാം. അവിടെയാണ് ഇൻഫ്രാറെഡ് പോലെയുള്ള അല്പം എനർജി കുറവെന്ന് നമ്മൾ വിചാരിക്കുന്ന, നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിനേക്കാൾ താഴെ എനർജിയുള്ള ഒരു വേവ്സിനെ നമുക്ക് ഇമേജിങ്ങിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ തെർമൽ ക്യാമറ എന്നാണ് ഇതിനെ വിളിക്കുക. ആക്ച്വലി ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ആണ്. നമ്മുടെ ബോഡി മിക്കപ്പോഴും ഒരു എനർജി, പ്രകാശത്തെ പുറപ്പെടുവിക്കുന്നുണ്ട്. അത് ബോഡിയുടെ ആക്ടിവിറ്റീസ് അനുസരിച്ച് ആ പ്രകാശത്തിൻ്റെ തീവ്രത കൂടിയും കുറഞ്ഞിരിക്കും. നമ്മൾ സ്വയം പ്രകാശിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന പ്രകാശം വിസിബിൾ സ്പെക്ട്രത്തിലല്ല എന്നേ ഉള്ളൂ. അത് ഇൻഫ്രാറെഡ് റേസ് ആണ്. ആ ഇൻഫ്രാറെഡ് റേസിനെ കോപ്പി ചെയ്യാൻ കഴിയുന്ന ക്യാമറാസിന് നമ്മുടെ ശരീരത്തിൻ്റെ ഇമേജ് എടുക്കാൻ കഴിയും. അത് നമ്മുടെ ശരീരത്തിൻ്റെ തെർമൽ വേരിയേഷൻസ് ആയിട്ടാണ്. കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഏരിയാസ് കൂടുതൽ വിസിബിൾ ആയിരിക്കും, കാരണം അവിടെ നിന്ന് വളരെയധികം ഇൻഫ്രാറെഡ് റേസ് പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമർ പോലെയുള്ള കാര്യങ്ങൾ, അധിക ഗ്രോത്ത് ഉള്ള ഏരിയാസ് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ തെർമൽ ഇമേജിംഗ് മൂലം സാധിക്കും. ശരീരത്തിന് ഒട്ടും ഹാനികരമല്ലാത്ത വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റാണ്. കോസ്റ്റ് എഫക്റ്റീവാണ്. ഇതിൻ്റെ പ്രൈസിങ് ഫാക്ടർ തന്നെ വളരെ ചെറുതായതുകൊണ്ട് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഹോസ്പിറ്റലുകളിലേക്ക് ഒരു പേഷ്യൻ്റ് കടന്നു വരുമ്പോൾ തന്നെ അവരെ സ്കാൻ ചെയ്ത് കഴിയുമെന്നൊരവസ്ഥയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. വലിയ ബിസിനസ് മോട്ടീവായിട്ട് എക്സ്റേയും സി ടിയും ഒക്കെ നിരന്തരമായി ഉപയോഗിക്കണമെന്ന് ചിന്തിക്കാത്ത സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ ഈ തെർമൽ ഇമേജിംഗ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ടെക്നോളജി വളരുമ്പോൾ മോർ കംഫർട്ടബിൾ ലിവിങ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഹോസ്പിറ്റൽസിൽ തെർമൽ ഇമേജിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്.
ഗ്രേപ്സ് ആ കാര്യത്തിൽ ടെക്നോളജിയുടെ കൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ തെർമൽ ഇമേജിംഗ് ഇവാലുവേഷൻ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ട സോഫ്റ്റ്വെയറാണ് ഗ്രേപ്സ് IDMR. സോ ഗ്രേപ്സിൻ്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽസിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടായിട്ട് തന്നെ ഇത് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഈ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മനുഷ്യൻ്റെ ശാരീരിക ഘടനയെ ഒരു വിധത്തിലും തകരാറിലാക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഇൻഫ്രാറെഡ് ഇമേജിംഗ് പ്രോസസ്സിങ് ഗ്രേപ്സുമായിട്ട് ചേർന്ന് ഡിപ്ലോയ് ചെയ്യാൻ ഒന്ന് ആലോചിക്കാം. താങ്ക് യു.